24 ബിഗ് ബ്രേക്കിംഗ്. പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ കർശന നടപടിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24-നോട്. അടുത്തയാഴ്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി പ്രതികരിച്ചു. അതേസമയം പോലീസ് ക്രൂരതകളിൽ തുറന്നുപറച്ചിലുമായി കൂടുതൽ പേർ രംഗത്തെത്തി. പോലീസ് സേനയ്ക്കാകെ നാണക്കേടായ കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഇതാദ്യമായാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ പ്രതികരണം. കുന്നംകുളം പീച്ചി മർദ്ദനങ്ങളിൽ ഉൾപ്പെടെ നടപടി ഉറപ്പാക്കുമെന്ന് DGP 24-നോട്. ഏത് പരാതി കിട്ടുവാണെങ്കിലും നമ്മൾ അതിൽ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗവൺമെന്റ് തന്നെ നോക്കുന്നതാണ്. ആവശ്യമുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ്. പോലീസ് ക്രൂരതയ്ക്കെതിരെ ഇന്നും കൂടുതൽ പേർ രംഗത്തെത്തി. മകൾ ആലപ്പുഴയിലെ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി ആലപ്പുഴ DYSP മധുബാബു വലിച്ചെറിഞ്ഞെന്ന് മാതാവ് സെലീന. അവനെ പിടിച്ചൊരു ചോദ്യം പോലും ചെയ്തില്ല ഈ സാറ്. എന്നിട്ട് ഞങ്ങൾ പെറ്റീഷനും കൊണ്ടുവന്നപ്പോൾ എൻ്റെ പെറ്റീഷൻ എടുത്ത് ദൂരെ എറിഞ്ഞ് ഈ DSP സാറ്. കോട്ടയത്ത് പരാതി പറയാനെത്തിയ പ്രമേഹബാധിതനായ തന്നെ തൃക്കൊടിത്താനം മുൻ SHO അനൂപ് കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയെന്ന് ചങ്ങനാശ്ശേരി സ്വദേശി ബിജു തോമസ്. കാലുകൊണ്ട് ബലമായിട്ട് എൻ്റെ ഇടത്ത് കാലെ ചവിട്ടിപ്പിടിക്കുകയും എന്നെ പുറമോട്ട് തെള്ളുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഭിത്തിയിലോട്ട് വീണു കഴിഞ്ഞപ്പം എനിക്ക് കാലിനകത്ത് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടായി. കോവിഡ് കാലത്ത് വയനാട് തലപ്പുഴ SHO ആയിരുന്ന PK ജിജീഷ് ക്രൂരമായി മർദ്ദിച്ചെന്നാരോപിച്ച് യുവാക്കൾ രംഗത്തെത്തി. തലപ്പുഴ സ്വദേശി ഇക്ബാലുദ്ദീൻ, ഷമീർ എന്നിവരാണ് പരാതിക്കാർ. അറിയാതെ വന്നിട്ട് ഒരൊറ്റ പിടിയാന്നു അടിവായിരുന്നു. പിന്നെ ഈ ഇവിടെ അടിച്ചിട്ട് ഈ എല്ലാം എൻ്റെ പൊട്ടിപ്പോയിട്ട് ഇപ്പോഴും എനിക്കത് പ്രശ്നം. അതേസമയം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് മറയൂർ SI മാഹിൻ സലീമും മണ്ണുത്തി CI ബൈജുവും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. വാർത്തയായതോടെ മാഹിൻ സലീം പോസ്റ്റ് പിൻവലിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഫയർഫോഴ്സ് മേധാവി DGP യോഗേഷ് ഗുപ്തയ്ക്ക് കുരുക്കുമുറുക്കി സർക്കാർ. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ ഉന്നതതല അന്വേഷണത്തിൽ ചീഫ് സെക്രട്ടറി ഉടൻ റിപ്പോർട്ട് നൽകും. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്ന ആരോപണത്തിലാണ് ഉന്നതതല അന്വേഷണം. KM എബ്രഹാമിന്റെ കേസിലെ ഇടപെടൽ ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ വരും. ഇതിനിടെ വിജിലൻസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയില്ല. കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വ്യക്തമായ മറുപടി നൽകണം എന്നാണ് നിർദ്ദേശം. ഈ മാസം 15-ന് കേസ് വീണ്ടും പരിഗണിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.